നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ഇന്നും തമ്മിൽ വലിയ അന്തരം നമുക്ക് കാണാൻ പറ്റും. ഒരു വശത്ത് ശാസ്ത്രീയ വളർച്ച, സോഫിസ്റ്റിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. മറുവശത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ആത്മീയ അധപ്പതനം നാം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം ഇതാണ്: പണ്ടൊക്കെ നാടൻ കോഴി, ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലര് നാടൻ കോഴി ചോദിച്ചു വാങ്ങിക്കും, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രോയിലർ ചിക്കനാണ് ഇഷ്ടം. ഈ ബ്രോയിലർ ചിക്കൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതിനെ ഇങ്ങനെ വളർത്തുന്നത് അനക്കാതെ നിർത്തിയിരിക്കുക. ഫ്രണ്ടിൽ തീറ്റയും വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബ്രോയിലർ ചിക്കൻ അതിന് അനങ്ങാൻ പോലും ചാൻസ് കൊടുക്കുന്നില്ല. അനങ്ങിയാൽ വെയിറ്റ് കുറയും. അതുകൊണ്ടാണ് ഇത് തിന്നും, വെള്ളം കുടിക്കും, കാഷ്ടിക്കും. അത്രേ ഉള്ളൂ ബ്രോയിലർ ചിക്കൻ. ഏതാണ്ട് ഇതുപോലെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നാം തിരിച്ചറിയേണ്ടി വരും, അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഞാനിത് പറയാൻ കാരണം രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കാം. ഒരു അപ്പൻ പറഞ്ഞ ഒരു കാര്യമാണ്: എൻ്റെ മകൻ സൂര്യനെ കണ്ടിട്ട് കുറെ നാളുകളായി. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, മുറിക്കകത്ത. അവന് ഫുൾ ടൈം രാവെന്നോ പകലെന്നോ ഇല്ലാതെ മുറിക്കകത്ത് തന്നെയാണ്. അമ്മയാ അവൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെക്കും. അതേ അവന് തോന്നുവാണെങ്കിൽ അവൻ എടുത്ത് കഴിക്കും, എന്നിട്ട് പാത്രം തിരിച്ചു പോകും. അതല്ലെങ്കിൽ പുറത്തു വരത്തില്ല. അതുകൊണ്ടാണ് ധനികനായ ഒരു മനുഷ്യൻ, വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്, വേദനയോടെ അപ്പം പറഞ്ഞൊരു കാര്യം: എൻ്റെ മകൻ സൂര്യനെ കണ്ടിട്ട് കുറെ നാളുകളായി. വേറൊരപ്പൻ്റെ വിഷമം ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നതാണ് ഇപ്പം മക്കൾ ഡിമാൻഡ് ചെയ്യുന്നത്. മകള് അവൾക്ക് ബിക്കിനി ഇടണം, അവൾക്ക് ഷോർട്ട് ഇട്ട് നടക്കണം, ഷോർട്സ്. അതുപോലെ തന്നെ അവൾക്ക് പബ്ബിൽ പോകണം. അങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകണം. ഇനി അതിന് മാതാപിതാക്കൾ തടസ്സം പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യം: വേറെ പലയിടത്തും ഇന്നയാളുടെ പിള്ളേർ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ പെർമിഷൻ തരാതിരിക്കുന്നത്? ഇങ്ങനെയെല്ലാം ചോദിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് വേദനിക്കുന്ന അപ്പൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായതാണ്. ഇവിടെ നമുക്ക് പണ്ടും ഇന്നും വ്യത്യാസങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം ചില നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വന്നിരിക്കുന്നതായിട്ട് നാം അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വചന വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രീയ നേട്ടത്തോടൊപ്പം ആത്മീയമായിട്ടുള്ള ഉയർച്ചയും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതി ഒരിക്കലും ആത്മീയ അധപ്പതനത്തിന് വഴി തുറക്കരുത്. പണ്ടൊക്കെ വിദൂരത്തായിരുന്ന പലതും ഇന്ന് സമീപത്തായി. പക്ഷേ പണ്ടൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പലതും ഇന്നിപ്പോൾ വിദൂരത്തായി. ബന്ധങ്ങൾ ഇന്ന് കുടുംബാംഗങ്ങളെ പോലും ഉപയോഗിക്കാൻ നോക്കുന്നവരാണ്. സ്നേഹിക്കാൻ, കരുതാൻ, അവർക്ക് വേണ്ടി ജീവിക്കാനൊക്കെ ചിന്തിക്കുന്നത് അതിൻ്റെയൊക്കെ കാലം പോയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പലതും ഇന്ന് വിദൂരത്തായി മാറിയിരിക്കുന്നു. ഇന്ന് നേട്ടം, നമുക്ക് എന്ത് നേട്ടമുണ്ടാകും, നമുക്ക് എന്തുമാത്രം സാമ്പത്തിക ലാഭമുണ്ടാകും, എനിക്ക് എത്രമാത്രം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്തകളാണ് പലരെയും ഭരിക്കുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ്. ജീവിത സൗകര്യം, ഇതിന്ന് ഒരുപാട് വ്യക്തികൾ നോക്കി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ധനികനായ മനുഷ്യൻ, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്: അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ 2 ആൺപിള്ളേരുണ്ട്, പിന്നെ ഞങ്ങൾ അപ്പനും അമ്മയും ഒരു സെർവൻറ്റ്, ഞങ്ങൾ 5 പേരേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു 15 പേർക്ക് സൗകര്യമായിട്ട് ജീവിക്കാവുന്ന ഒരു വീടാണ്. ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സന്തോഷം പോലും ഞങ്ങളുടെ വീട്ടിലില്ല. പിള്ളേർ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വേണ്ടത് എടുത്തുകൊണ്ട് അവരുടെ മുറി പോകും, എന്നിട്ട് അവിടെ ഇരുന്ന് കഴിയും. ഇത് കണ്ടിട്ട് വിഷമിച്ച് ഇവരൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ വീട്ടിലില്ലെന്നാണ് പറഞ്ഞത്. നോക്കിയാൽ അത്രയും സൊഫിസ്റ്റിക്കേഷനിൽ വേണമെങ്കിൽ ഇത് ശാസ്ത്രീയ വളർച്ചയും മറ്റ് ജീവിത സൗകര്യങ്ങളും എല്ലാം വർദ്ധിച്ചു. പക്ഷെ ആ വീട്ടിൽ ശരിക്കും സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ എന്നുള്ളത് നാം ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയ അധപ്പതനം അത് വരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരായിരിക്കണം. ശ്രദ്ധയുള്ളവരല്ലെങ്കിൽ ഇത് സംഭവിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. പലരോടും പ്രാർത്ഥനയുടെ കാര്യം, ആത്മീയ കാര്യങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ അവർക്കതൊന്നും മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ലൗകിക മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകില്ലെന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 2:14 വായിച്ചാൽ ആത്മീയ കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലൗകികത ഒരുപാട് നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ലാണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമുക്ക് നല്ലതിനായി മാറാൻ പറ്റണം. നല്ലതിനായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നല്ലതിനു വേണ്ടിയുള്ള മാറ്റമായിരിക്കണം. ശാസ്ത്രീയ പുരോഗമനം ഏത് വഴിക്ക് പോട്ടെ, നമുക്ക് നല്ലതിനായി മാറാൻ സാധിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഗസ്തീനോസിന്റെ മാറ്റം, അദ്ദേഹം നല്ലതിനായി മാറി. ഒരു കാലത്ത് 10,000-2000 സ്ത്രീകളെ ലൈംഗിക സുഖത്തിന് വേണ്ടി സമീപിച്ച വ്യക്തിയാണെങ്കിലും പിന്നീട് ആ മാറ്റം വന്നു കഴിഞ്ഞ് ഇവരിൽ പലരും വിളിച്ചെങ്കിലും പുള്ളി പോയില്ല. അങ്ങനെ അദ്ദേഹം വിശുദ്ധനായി മാറി. ലേവി, അദ്ദേഹം ചുങ്കസ്ഥലത്തിരുന്ന്
നല്ല എളുപ്പ ജോലി, നല്ല ശമ്പളം. പക്ഷേ കർത്താവ് വിളിച്ചപ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവൻ പോകുന്ന യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ലതിനായി വന്ന മാറ്റം. മഗ്ദലന മറിയം ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്ന് ഒഴിപ്പിച്ചതാണ്. ലൂക്കാ 8:2 വായിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ പിന്നീട് നമ്മൾ കാണുകയാണ് യേശുവിനോട് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ സ്നേഹമായിരുന്നു. ഇവരെല്ലാം നല്ലതിനായി മാറിയവരാണ്. ഇങ്ങനെ ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ചീത്ത അനുകരിക്കരുത്. നമ്മുടെ ചുറ്റുപാടും ലോകം പലതും നമ്മുടെ നേരെ വെച്ച് നീട്ടിയേക്കാം. ചീത്തയായ പലതും, നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത പലതും, നമ്മുടെ വിളിക്ക് യോജിക്കാത്ത പലരും വെച്ച് നീട്ടിയേക്കാം. നമുക്ക് അതിൻ്റെ പുറകെ പോകാനുള്ള അവകാശമില്ല. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. 1 കൊരിന്തോസ് 14:1 പറഞ്ഞിട്ടുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയിലേക്ക് നാം പോകരുത്. കാരണം നാം ദൈവമക്കളാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 12 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ അനുകരിക്കരുത്. പ്രഭാഷകൻ 13:1 പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളുമായിട്ട് സഹവസിക്കരുത്. വീണ്ടും അലസരുമായിട്ട് നാം ഒരുമിച്ച് പോകരുത്, അലസരെ ശാസിക്കണം. 1 തെസ്സലോനിക്ക 5:14 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതിനായി മാറാൻ പറ്റണം. അതുപോലെ തന്നെ തിന്മ അനുകരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നാം ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് അലസരുടെ മനസാന്തരമാണ്. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.